തെറ്റു മനുഷ്യ സഹജമാണ്. എല്ലാവർക്കും തെറ്റു സംഭവിക്കാം. പക്ഷേ തെറ്റു സംഭവിച്ച മനുഷ്യനെ ചേർത്തു പിടിക്കുന്നിടത്താണ് ദൈവികത ഉണ്ടാവണത്. അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, മോനെ തെറ്റു ചെയ്തത് ശരിയാണ്, ഞങ്ങളെ അറിഞ്ഞുള്ളൂ, ഞാൻ ആരോടും പറയില്ല, നീ നന്നാവ്, പടച്ചിറപ്പ് പുറത്തു തരുന്നവനാണ്. എത്ര നല്ല ഭാഷയാണ് അല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് അവന്റെ ഫോട്ടോ അടക്കം. ഏയ് ഇന്നയാളെ ഇന്ന സാധനവുമായിട്ട് പിടിച്ചിട്ടുണ്ട്, ഇനി അവനൊന്ന് നന്നായി തിരിച്ചു വന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ആ കണ്ണിലെ കാണൂ, ഇവൻ മറ്റേ കേസിൽ പിടിച്ചവനല്ലേ അല്ലേ? പടച്ചോൻ പുറത്തു കൊടുത്താലും നമ്മൾ പുറത്തു കൊടുക്കൂല. കൊടുക്കുവോ? എന്താ മനുഷ്യന്മാരെ, അള്ള പുറത്താലും നമ്മൾ പൊറുക്കുവോ? ഇല്ല. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ആ മെന്റാലിറ്റിയിലൂടെ ജീവിച്ചു പോവുകയാണ്. ഒരു സമൂഹത്തിന്റെ ബാധ്യതയെ അള്ളാന്റെ റസൂല് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. ചേർത്തു പിടിക്കണം. തെറ്റു കണ്ടെങ്കിൽ പരസ്യ വിമർശനം ഒഴിവാക്കണം, ചേർത്തു നിർത്തണം. മോനെ ചെയ്തത് തെറ്റാണ്, ആവർത്തിച്ചാൽ ഇനിയും വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇന്ന് ഞാനിത് ആരോടും പറയണില്ല. നീ പള്ളി പോ, 2 റക്അത്ത് നിസ്കരിക്ക്, തൗബ ചെയ്യ്, അള്ളാഹു പുറത്തു തരുന്നവനാണ്. നിന്റെ പടച്ചോൻ പുറത്തു തരുന്നവനാണ്. സമൂഹം പുറത്തു തരൂല. ഇപ്പം അങ്ങനെയാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്ത പല മനുഷ്യരും വീണ്ടും വീണ്ടും അതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. വാശിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അവൻ എന്നെ അങ്ങനെ പറഞ്ഞു എങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുനിന്ന് ഞാൻ